ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായാലും ഒരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് ഇന്നൊരു ഹോം മെയ്ഡ് പിzzയുടെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം. ഒരു ഡീപ്പായിട്ടുള്ള പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ട് അതിലേക്ക് ചെറു ചൂടുള്ള 1 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ആ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഈസ്റ്റ് ഇങ്ങനെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനിവിടെ 1/2 കിലോ മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 1/2 കിലോ മൈദമാവ് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. വെള്ളം കുറേശ്ശെ ചേർത്താൽ മതി. ഇല്ലയെന്നാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് സ്പാച്ചിൽ മാറ്റി ഇനി കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഈസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. മാവ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ ഒരു പരുവായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സോഫ്റ്റ് ഡോവായിട്ട് അത് നമുക്ക് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മാവ് ഡബിൾ ദ സൈസായി വരുന്ന വരെയോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ച് അടച്ച് വെക്കാം. മാവ് നന്നായി പൊങ്ങി വരട്ടെ. ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ വെജ്ജീസ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ നമുക്ക് നല്ല തിന്നായി സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാനിവിടെ മഷ്റൂം, ക്യാപ്സിക്കം, സവാള, തക്കാളി ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം അതൊക്കെ എടുക്കാം. സ്വീറ്റ് കോൺ ആഡ് ചെയ്യാം, പനീർ ആഡ് ചെയ്യാം, അങ്ങനെ എന്ത് വേണേൽ ആഡ് ചെയ്യാം. ഈ വെജിറ്റബിൾസ് പ്രിപ്പയർ ആവുന്ന ടൈമിൽ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ പിസ്സ ഡോ ഇപ്പോൾ ഏകദേശം 5 മണിക്കൂറോളമായി ഞാനിപ്പോൾ കുഴച്ച് വെച്ചിട്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഡബിൾ ദ സൈസായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ റൂം ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് പുറത്ത് വെക്കണോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണോ നോക്കാം. ഇപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കുഴച്ചിട്ട് നന്നായി ഡബിൾ സൈസ് ആവുന്ന സമയത്ത് നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഈ പിസ്സ ഡോ നമുക്ക് ആദ്യം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് എല്ലാ സൈഡ്സും ഒന്ന് സ്ക്രേപ്പ് ഡൗൺ ചെയ്തെടുക്കാം. അതിനുശേഷം കയ്യിൽ നല്ല രീതിയിൽ എണ്ണയാക്കിയിട്ട് നന്നായി കുഴച്ചെടുക്കണം. കയ്യിലിട്ട് നല്ല വലിച്ച് ഒരു സ്മൂത്ത് ഡോവായി വേണം എടുക്കാൻ. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന മെത്തേഡിൽ ചെയ്താൽ മതി. ഈ ഡൗ നന്നായിട്ട് ഇതുപോലെ സ്മൂത്തായി കഴിഞ്ഞാൽ നമുക്കത് ബൗളിലേക്ക് വെച്ചിട്ട് ഏകദേശം 1 ടീസ്പൂണോളം എണ്ണ അതിലൊന്ന് തേച്ച് കൊടുക്കാം. ഈ പിസ്സ ഡൗ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി അത് ചെയ്യുന്നത്. കണ്ടോ, ചെറിയ ബബിൾസ് കാണാനുണ്ടോ ഇതിൽ? ഇതിൻ്റെ അർത്ഥം ഈ പിസ്സ ഡൗ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ടെന്നാണ്. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഓയിൽ ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് വെച്ചിട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ പരത്തല്ല ചെയ്യുന്നത്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് സ്ട്രെച്ച് ചെയ്യുന്ന മെത്തേഡാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും ഒരേ തിക്നെസ് ആവണം. ഇല്ലയെന്നാണെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്ത് വേവ് കൂടാനും ചില സ്ഥലത്ത് വേവ് കുറയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് ശേഷം ഒരു ഫോർക്ക് എടുത്ത് എല്ലാ ഭാഗത്തും ചെറുതായി കുത്തി കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റൈസായി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഇത്തിരി പിസ്സ സോസ് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ റെഡിമെയ്ഡ് സോസാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഭാഗത്തും സോസ് എത്താൻ ശ്രദ്ധിക്കുക. നന്നായി സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ചീസി സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമുക്ക് ഈ ചീസി സോസ് ഇല്ല എന്നാണെങ്കിൽ മയണൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. അത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ചീസ് സ്ലൈസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചീസ് സ്ലൈസ് നമുക്ക് നന്നായി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കുറച്ച് എക്സ്ട്രാ ചീസി ആവാൻ വേണ്ടിയിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. ഇനി കുറച്ച് ഗ്രേറ്റഡ് മോzzarella ചീസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വയ്ക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം, മഷ്റൂം, സവാള, തക്കാളി ഇത്രയാണ് യൂസ് ചെയ്യുന്നത്.
വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി മോzzarella ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവൻ ഒരു 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓവൻ പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പിസ്സ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞു. ഇപ്പോൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഇനി കുറച്ച് ഒറിഗാനോയും വേണമെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് ചൂടോടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടില്ല, കുട്ടികൾക്ക് കൊടുക്കേണ്ടതായ കാരണം. ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസിയാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു ആൻഡ് ബൈ. കണ്ണാ, പിസ്സ എങ്ങനെയുണ്ട് കണ്ണാ? കുട്ടു, പിസ്സ എങ്ങനെയുണ്ട്? ഡൺ ആണോ? ഡൺ, സൂപ്പർ. ഇഷ്ടമായോ കുട്ടിക്ക്? കണ്ണന് ഇഷ്ടമായോ?